ആണുങ്ങളും തമ്മിൽ അകറ്റുകയാണ്. എല്ലാം ഏർപ്പെട്ടുള്ള യാത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂട്ടുകെട്ട് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റബ്ബ് നമ്മുടെ കൂട്ടിനുണ്ടാവുകയില്ലാതെ ആ യാത്രയിൽ വേറെ ആരുടെ കൂട്ടും നമുക്ക് ഉപകാരപ്പെടില്ല എന്റെ സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മഹാന്മാരായ ആളുകൾ അത്രമാത്രം മരണത്തെ ചിന്തിച്ചു തന്നവരായിരുന്നു. എന്തുകൊണ്ട്? മരണത്തിന് അത്ര വലിയ ഭീകരതകളുണ്ട് എന്റെ പ്രിയമുള്ള സഹോദര. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ മരണത്തിന്റെ ചില പ്രധാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. വേറൊരു വിഷയത്തിലേക്കും നമ്മൾ കടന്നു പോകുന്നില്ല. എന്താണ് മരണം? മരിക്കുന്ന ഒരാളുടെ മുമ്പിൽ വരാൻ പോകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്? ഇത് നമുക്ക് വരാനുള്ളതാണ്. നിങ്ങളോട് വാഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധുവായ നിങ്ങളെക്കാളൊക്കെ മോശക്കാരനായ എനിക്ക് വരാനുള്ളതാണ്. എന്നെന്ന് ചോദിച്ചാൽ അറിയില്ല. 12 ദിവസം വാഴ്ന്നു പറയുമെന്ന് നോട്ടീസ് അടിച്ചു വന്നല്ലാതെ 12 പൂർത്തിയാക്കാൻ കഴിയുമോ? അതിനിടക്ക് യാത്രയുണ്ടോ? ഒന്നും പറയാൻ കഴിയില്ല. രാജാതിരാജനായ അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 100 കൊല്ലം മുമ്പ് ആരായിരുന്നു ഇവിടെ വാഴ്ന്നു പറയാൻ വന്നത്? 100 കൊല്ലം മുമ്പ് വേണ്ട, ഒരു 80 കൊല്ലം മുമ്പ് ഇവിടെ വാഴ്ന്നു പറഞ്ഞ ആളെവിടെ പോയി? ഇവിടെ പോയവർ എന്റെ പ്രിയമുള്ള സഹോദര, 50 കൊല്ലം മുമ്പ്, ഒരു 75 കൊല്ലം മുമ്പ് കൊതേരിയിൽ വാഴ്ന്നു നടന്നുവെങ്കിൽ അന്ന് വാഴ്ന്നു കേൾക്കാനുണ്ടായിരുന്ന ആളുകൾ എവിടെ പോയി? 75 കൊല്ലം മുമ്പുള്ളവർ. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ഇന്ന് താമസിക്കുന്ന ഭൂമി 10-75 കൊല്ലം മുമ്പ് വേറെ ആരുടെ കയ്യിലായിരുന്നില്ലേ? എവിടെ പോയവർ? അവർ യാത്ര ചെയ്ത പോലെ നമ്മളും അവരുടെ പിന്നാലെ യാത്ര ചെയ്യാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ യാത്ര വളരെ ഭീകരമാണ്. അല്ലാഹുവിനെ അനുസരിച്ചവന് വളരെ എളുപ്പമാണ്. അല്ലാഹുവിനെ ധിക്കരിച്ചവന്, റബ്ബിനെ മറന്നുപോയവന്, നമസ്കാരം ഒഴിവാക്കിയവന്, ദാനധർമ്മങ്ങളിൽ അന്തിച്ചു നിന്നവന്, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ, അല്ലാഹുവിന്റെ ഭൂമിയിൽ റബ്ബിനിട്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ മുഴുകിയവന് മരണം വളരെ ദുഷ്കരമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ മരണത്തിന് ഒരുപാട് ഭീകരതകളുണ്ട്. അതിലെ ഒരു ഭീകരത എന്താണെന്നറിയോ എന്റെ സഹോദര? അതിലെ ഒരു പ്രയാസം എപ്പോഴാണ് ഈ മരണം എന്നറിയുകയില്ല എന്നത് തന്നെയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, മഫാതീഹുൽ ഗൈബി ഖംസുൻ, ആർക്കും അറിയാത്ത രാജാതിരാജനായ അല്ലാഹുവിനെ മാത്രം അറിയുന്ന കാര്യങ്ങൾ 5. റസൂലുള്ളാഹി എന്നു ലാ യഅലമു മാ ഫിൽ റഹാമി ഇല്ലല്ലാഹ്, ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് കൃത്യമായി പറയാൻ അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. വലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് പറയാൻ റബ്ബിനല്ലാതെ അറിയില്ല. വലാ യഅലമു മതാ യഅതിൽ മതർ വഹദുൻ ഇല്ലല്ലാഹ്, എപ്പോഴാണ് മഴ പെയ്യുക എന്ന് പറയാനും ഒരാൾക്കും കഴിയില്ല. ഈ ഹദീസിന്റെ അവസാന ഭാഗം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരു ശരീരത്തിനും പറയാൻ കഴിയില്ല ആ ശരീരം എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരാണുള്ളത് ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുമെന്ന് പറയാനും കഴിയുന്നവർ? ഞാൻ എന്റെ വീട്ടിൽ വെച്ച് മരണപ്പെടുമെന്ന് പറയാനും കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നടുറോട്ടിൽ ചതഞ്ഞരഞ്ഞുള്ള മരണത്തിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണശേഷം ശരീരം കീറി മുറിക്കപ്പെടുന്ന മരിച്ചു കിടക്കുന്ന മനുഷ്യൻ വീട്ടിൽ വെച്ച് അയാൾക്ക് ദുആകൾ ലഭിക്കേണ്ടതിന് പകരം, അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആൻ എടുത്തിരുന്ന് ഓതേണ്ടതിന് പകരം മോർച്ചറിയിൽ കൊണ്ടുപോയി കിടത്തുകയും എന്നിട്ട് അവിടെ കിടത്തിയിട്ട് മദ്യം വേണ്ടുവോളം മോന്തി വരുന്ന ആളുകൾ ശരീരത്തിൽ കൈവച്ച് വലിച്ചു കീറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് അല്ലാഹുവേ, ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറയാം, മനുഷ്യൻ ചിന്തിക്കേണ്ട വിഷയമാണത്. അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്തു വെക്കുമ്പോ തിരിച്ചു വന്നു കൊള്ളണമെന്നില്ലെന്ന ഓർമ്മയോടുകൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, എന്റെ എല്ലാ കാര്യവും ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണ്, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. കാരണം പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഈമാൻ ഇല്ലാത്ത തൗബയില്ലാത്ത മരണത്തിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം നസഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ തഫ്സീർ മദാരിക്കിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ഒരിക്കൽ തന്റെ സദസ്സിനോട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ ഓടി വരുന്നു. ഓടി വന്നുകൊണ്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാമേ, എന്നെ അസ്റായീൽ നോക്കിയിരിക്കുകയാണ്, ഞാനിപ്പം മരണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമേ, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റ് കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ്. കാറ്റിന്റെ സഹായത്തോടു കൂടെ അദ്ദേഹത്തെ കിലോമീറ്ററുകളോളം ഇപ്പുറത്തുള്ള ഇന്ത്യ രാജ്യത്തേക്ക് നാട് കടത്തിയത്രേ. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അസ്റായീലിനെ കണ്ടു. കണ്ടപാട് അസ്റായീലിനോട് ചോദിച്ചു, അല്ലയോ അസ്റായീലേ, നിങ്ങൾ എന്തിനാണ് ആളുകളെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച പോലെ ആ സമയമാകുമ്പോ ആളുകളെ റൂഹ് പിടിച്ചു പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമേ, അങ്ങയുടെ സദസ്സിലേക്ക് വന്നയാളെ ഞാൻ നോക്കി പേടിപ്പിച്ചതല്ല, മറിച്ച് ഞാൻ അങ്ങയുടെ സദസ്സിൽ വന്നപ്പോ അടുത്ത സെക്കൻഡിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ച മനുഷ്യനെ അങ്ങയുടെ സദസ്സിൽ കണ്ടപ്പോ ഞാനാകെ അന്താളിച്ചു പോയി. ഞാൻ വിചാരിച്ചു, റബ്ബേ, ഇയാളുടെ റൂഹ് എങ്ങനെയാണ് ഞാൻ അടുത്ത നിമിഷങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് വെച്ച് പിടിക്കുക എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ അല്ലാഹു എന്നോട് കൽപ്പിച്ച സമയം ആ സെക്കൻഡിൽ ഞാൻ അവിടെ ചെന്നപ്പോ അയാൾ അവിടെ ഉണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമേ, ഞാൻ അയാളുടെ റൂഹ് പിടിച്ച് തിരിച്ചു പോന്നുവെന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നമ്മൾ എങ്ങോട്ട് ഓടിയാലും ശരി രക്ഷപ്പെടാൻ കഴിയില്ല എന്റെ സഹോദര. എവിടേക്ക് നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബികും, നിങ്ങളെ റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ച മലക്കുണ്ടല്ലോ അസ്റായീൽ അലൈഹിസ്സലാം, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടേക്കൊക്കെയും കടന്നു വരാൻ അസ്റായീലിന് കഴിയുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലപോലെ തറദിയത്തും സലാത്തും ഒക്കെ നിങ്ങൾ ചൊല്ലണം. മഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എത്ര വലിയ സുരക്ഷിതമായ വലയങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ പോയി ഒളിച്ചാലും അസ്റായീൽ അവിടെയെല്ലാം എത്തുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായി നബിയുനാ മുഹമ്മദ്